ആ ദുരന്തഭൂമിയുടെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. രാവിലെ രക്ഷാ ദൗത്യം ഏറ്റവും കൂടുതൽ സജീവമാകുന്നു. NDRF സംഘമുണ്ട്. സേനയുടെ വിഭാഗങ്ങൾ ഇനിയിപ്പോൾ പല മേഖലകൾക്കും തിരിച്ചുകൊണ്ട് തെരച്ചിൽ നടത്തുകയാണ്. രക്ഷാ ദൗത്യത്തിനുള്ള സാമഗ്രികളുമായി സംഘം ചലിക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നു. അല്പസമയത്തിനകം മുണ്ടക്കൈയിൽ കൂടി നമുക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനം അങ്ങോട്ടേക്ക് കടന്ന് എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് പ്രേക്ഷകരെ കാണിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷ. സുർജിത്ത് അയ്യപ്പത്ത് കൂടി ചേരുന്നുണ്ട്. സുർജിത്ത്, രക്ഷാപ്രവർത്തകർ ഇപ്പോൾ മുണ്ടക്കൈയിൽ എത്തിയിട്ടുണ്ട്. മുണ്ടക്കൈയിൽ ഇനിയും ജീവന്റെ പ്രാണന്റെ തുടിപ്പുകളുണ്ടോ എന്നറിയിൽ തന്നെയല്ലേ പ്രധാനം? സുർജിത്ത്, സൈന്യം തെരച്ചിൽ തുടങ്ങി. 4 സംഘങ്ങളായി തിരഞ്ഞാണ് തെരച്ചിൽ. മുണ്ടക്കൈയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് രക്ഷാപ്രവർത്തകർ. 186 പേർ വിവിധ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 144 എന്ന വല്ലാത്ത അവസ്ഥയിലേക്ക് എന്താണ് മരണനിരക്ക് ഉയരുന്നു. അത് കൂടും, അതിനിയും കൂടിയേക്കും എന്നുള്ള ആശങ്ക വരാനുള്ള കാരണം ഒരുപാട് പേരെ കാണാനില്ല എന്ന് പറഞ്ഞാൽ കുറേയധികം പേരെ 100-200ഓളം പേരെ കാണാനില്ല എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. മാത്രമല്ല അട്ടമല മേഖലയുടെ അവസ്ഥ ഇനിയും നമുക്കറിയില്ല. ഈ താൽക്കാലിക പാലത്തിൽ കൂടി കടന്ന് ഇന്നലെ മുണ്ടക്കൈയായിരുന്നു ഫോക്കസ്. ഇന്നിപ്പോൾ അട്ടമലയിലേക്കൊക്കെ പോയാൽ മാത്രമേ എന്താണ് അവിടുത്തെ അവസ്ഥ എന്നറിയുകയുള്ളൂ. ചാലിയാർ പുഴയിലൂടെ ഒഴുകി വന്ന 54 മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട്. മൃതദേഹാവശിഷ്ടങ്ങളുമാണ് പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കിയത്. മിൻഹ ഫാത്തിമ സക്കീർ 15 വയസ്സേ ഉള്ളൂ. മേപ്പാടി ചോലശ്ശേരി ഉബൈദിൻ്റെ മകൾ സിയാനൂറിന് 12 വയസ്സേ ഉള്ളൂ. സൂരജ് സജി കൂടി ചേരുന്നു. സൂരജ്, ഈ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ കാര്യങ്ങൾ പറയുകയായിരുന്നു. അപ്പോൾ ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായോ? ആകെ ഈ 2 പേരെ മാത്രമാണോ തിരിച്ചറിയാൻ കഴിഞ്ഞത് സൂരജ്? ഹാഷ്മി, തീർച്ചയായും ഈ നിലമ്പൂർ ജില്ലാശുപത്രിയിൽ നിൽക്കുന്ന സമയത്ത് ഉലയ്ക്കുന്ന കാഴ്ചകളാണ് നമുക്കും കാണാൻ കഴിയുന്ന. 57 മൃതദേഹങ്ങളാണ് ഇവിടെ ലഭിച്ചതെന്നുള്ളതാണ് ഔദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ അതിൽ ഈ മൃതദേഹങ്ങളും അതുപോലെ തന്നെ മൃതദേഹ അവശിഷ്ടങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അതൊന്നും തന്നെ തിരിച്ചറിയാനായിട്ടില്ല. ഇപ്പോഴും ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം 31 മൃതദേഹങ്ങൾ ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്തു എന്നുള്ളതാണ് സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. പകരം 23 മൃതദേഹ അവശിഷ്ടങ്ങളും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വിധേയമായി എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ എത്രത്തോളം ഭയാനകമാണ് ഈ ദുരന്തം അല്ലെങ്കിൽ ദുരന്തത്തിന്റെ ശേഷിപ്പ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാര്യം ഈ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ചെറിയ തുണിക്കെട്ടിൽ പൊതിഞ്ഞ് അത് ഒരു കൈയുടെയോ കാലിന്റെയോ ഒക്കെ ഭാഗങ്ങൾ മാത്രമാണ്. അതിൽ നിന്ന് എങ്ങനെ ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയും എന്ന സങ്കടകരമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ 57 മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ചെങ്കിൽ പോലും അതിൽ 2 എണ്ണം മാത്രമാണ് തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ മിൻഹ ഫാത്തിമ 15 വയസ്സ്, അതുപോലെ തന്നെ നൂറിൻ 12 വയസ്സ്, ഈ 2 കുട്ടികളുടെ മൃതദേഹം മാത്രമാണ് തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇന്നലെ ഒരു മൃതദേഹം ഇതുപോലെ തിരിച്ചറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യ എത്തി പരിശോധിക്കുന്ന സമയത്ത് ഇത് ഭർത്താവിന്റെ മൃതദേഹമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു മൃതദേഹം തിരിച്ചറിയാതെ പോവുകയും ചെയ്തു. അങ്ങനെയാണ് ഈ 2 മൃതദേഹങ്ങൾ മാത്രം തിരിച്ചറിയുന്ന നിലയിലേക്ക് എത്തിയത്. പ്രത്യേകിച്ച് കിലോമീറ്ററുകൾ ഒഴുകിയെത്തിയ മൃതദേഹാവശിഷ്ടങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ പാറക്കെട്ടുകളിലും എല്ലാം ഈ ശരീരം ഇടിച്ച് മുഖം പോലും തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിയിലാണുള്ളത്. അത്രയ്ക്ക് മാത്രം ഭയാനകമായ ഒരു സാഹചര്യം. ചില ശരീരഭാഗങ്ങൾ മാത്രം കിട്ടിയ നിലയുണ്ട്. അങ്ങനെ ഇതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തിയാകുന്നു. ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം വിജയമാകും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. 57 മൃതദേഹങ്ങളാണ് ഇത്തരത്തിൽ ഈ ചാലിയാറിലൂടെ ഒഴുകിയെത്തിയത്. അത് കിലോമീറ്ററുകൾ ഒഴുകിയെത്തി. ഈ മൃതദേഹങ്ങൾ ഇപ്പോഴും കണ്ടെടുക്കാനുള്ള ഒരു ശ്രമം അത് തുടരുന്നുണ്ട്. ചാലിയാർ പുഴയുടെ തീരത്ത് ഇപ്പോഴും പരിശോധനകൾ പോലീസിന്റെയും അതുപോലെ തന്നെ ഈ ഫയർഫോഴ്സിന്റെയും എല്ലാം നേതൃത്വത്തിൽ, നാട്ടുകാരുടെയും എല്ലാം നേതൃത്വത്തിൽ വലിയ തിരച്ചിൽ ഇപ്പോഴും ഈ ചാലിയാർ പുഴയുടെ വിവിധ മേഖലകളിൽ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം തന്നെ ഇവിടെ ലഭിച്ച 57 മൃതദേഹങ്ങളുടെയും മൃതദേഹാവശിഷ്ടങ്ങളുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം തന്നെ പൂർത്തിയാകും. ഹാഷ്മി, ചൂരൽമലയിലെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. അവിടെ രാവിലെ തന്നെ മഴ തുടങ്ങുകയാണ്. വീണ്ടും അത് രക്ഷാദൗത്യത്തെ എങ്ങനെയാണ് ബാധിക്കാന്ന് അറിയില്ല. എന്തായാലും രക്ഷാദൗത്യത്തിന് കൂടുതൽ സജ്ജമായ ആളുകൾ രക്ഷാദൗത്യത്തിന് പുറപ്പെടുകയാണ്. ചൂരൽമലയിൽ നിന്ന് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആ മണ്ണ് ഏത് രീതിയിലാണ് മാറിപ്പോയതെന്ന്, ആ മണ്ണ് ഏത് രീതിയിലാണ് ഒരുപാട് സ്വപ്നങ്ങളുടെ വല്ലാത്ത ശ്മശാനമായത് എന്നൊക്കെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. അങ്ങനെ ഒറ്റ രാത്രിയിൽ നാട് മുഴുവൻ മാഞ്ഞു പോകുന്ന അവസ്ഥ, ഒറ്റ രാത്രിയിൽ നാട്ടുകാർ പല വഴിക്കായി പോകുന്ന അവസ്ഥ, നാട്ടുകാരിൽ പലരെയും കാണാനില്ലാത്ത അവസ്ഥ. നേരത്തെ സൂരജ് പറയുന്നത് പോലെ കൈകളും കാലുകളും മാത്രം ആകുന്ന അവസ്ഥ ഒക്കെ വലിയ കേരളം കൊണ്ട് ഏറ്റവും വലിയ ദുരന്തം എന്ന് ഉറപ്പായും പറയാൻ കഴിയുന്ന ഒരു ദുരന്തമുഖത്താണ് ഇപ്പോഴും ഉള്ളത്. ഈ സമയത്ത് വയനാടിന് ആവശ്യം നമ്മുടെയൊക്കെ കരുതലും സപ്പോർട്ടും പിന്തുണയും ഒക്കെയാണ് എന്ന് പറയുമ്പോൾ പോലും രാവിലെ കളക്ടർ പറഞ്ഞിരുന്നു അനാവശ്യമായി ആ ദുരന്തഭൂമിയിലേക്ക് പോവാതിരിക്കലാണ്, രക്ഷാദൗത്യത്തിന് എന്നതടക്കം അനാവശ്യമായി പോവാതിരിക്കലാണ് നല്ലത്. കാര്യം അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല. ഇന്നലെ
ഈ രക്ഷാദൗത്യം കാണാനായി വാഹനമെടുത്തിറങ്ങരുത് എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരുന്ന അവസ്ഥയുണ്ടായി ജില്ലാ ഭരണകൂടത്തിന്. അതൊക്കെ നമുക്ക് കുറച്ചുകൂടി സമചിത്തതോടുകൂടി ആലോചിച്ചാൽ വാഹനമെടുത്തിറങ്ങാതിരിക്കുക എന്നുള്ളതൊക്കെ അതിപ്രധാനമാണ് ഈ സമയത്ത്. ഇന്നലത്തേതിന് സമാനമായി തന്നെ രക്ഷാദൗത്യത്തിൻ്റെ ഏറ്റവും ക്രൂഷ്യൽ ദിവസമാണ് എന്ന് ഉറപ്പായും പറയാം. സുർജിത്ത് അയ്യപ്പത്തോട് ചേരുന്നു. സുർജിത്ത്, ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ചൂരൽമലയിലെ രക്ഷാദൗത്യ സംഘമാണോ? അവർ ഏത് മേഖല കേന്ദ്രീകരിച്ചാണ് അങ്ങോട്ടേക്ക് കയറിപ്പോയത് സുർജിത്ത്? ചൂരൽമലയിൽ നിന്ന് ഒരു താൽക്കാലിക പാലം നിർമ്മിച്ചിട്ടുണ്ട് ഇന്നലെ സൈന്യം. അതുവഴിയാണ് കടന്നത്. അതുവഴി കടന്ന് നേരെ മുണ്ടക്കൈ ഭാഗത്തേക്കാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകരും മാധ്യമപ്രവർത്തകരും ഉൾപ്പെടുന്ന സംഘം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഇവിടെ സൈന്യം തിരച്ചിലിൻ്റെ ഭാഗമായി ഇറങ്ങുന്നു. ഇറങ്ങുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. NDRF ഉണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് സൈനിക വിഭാഗങ്ങളുണ്ട്, സന്നദ്ധ പ്രവർത്തകരുണ്ട്. ഇവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ രാവിലെ മുതൽ തെരച്ചിൽ തുടരുന്നത്. പ്രധാനമായും കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരമുണ്ട്. അത്തരത്തിലുള്ള ആളുകളെയാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഒപ്പം തന്നെ മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള അതിൻ്റെ ഭാഗമായുള്ള സ്ട്രെച്ചർ അടക്കമായിട്ടാണ് ആളുകൾ ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകർ പോയിക്കൊണ്ടിരിക്കുന്നത്. തേയിലക്കാടിന് നടുവിലൂടെയുള്ള ആ പാത നേരെ എത്തുന്നത് ഇവിടെ ഒരു പാലത്തിലായിരുന്നു. ആ പാലം ചൂരൽമലയെയും മുണ്ടക്കൈയെയും ബന്ധിപ്പിക്കുന്ന പാലമായിരുന്നു. ആ പാലം ഇന്നില്ല. ആ പാലം പൂർണ്ണമായും ഒലിച്ച് പോയിരിക്കുന്ന കാഴ്ചയാണ്. തൊട്ടടുത്തൊരു ക്ഷേത്രമുണ്ടായിരുന്നു, ആ ക്ഷേത്രം കാണാനില്ല. വലതുഭാഗത്ത്, ഞാൻ നിൽക്കുന്നതിൻ്റെ വലതുഭാഗത്ത് വെള്ളാർമല സ്കൂളായിരുന്നു. വെള്ളാർമല സ്കൂളും ഇന്ന് ഇല്ല എന്നുള്ളതാണ്. ഇവിടെ ഓരോ സൈനിക വിഭാഗങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ തുടങ്ങാനുള്ള നീക്കമാണ് നടക്കുന്നത്. മഴ ഇടയ്ക്ക് ഇടവിട്ട് പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ കനത്ത രീതിയിലല്ല മഴ പെയ്യുന്നത് എന്നുള്ളത് ആശ്വാസകരമാണ്. പുഴയിലെ ജലനിരപ്പ് ഇന്നലത്തേതിനെ അപേക്ഷിച്ച് താഴ്ന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മരണസംഖ്യ ഇനിയും ഉയരുന്ന സാഹചര്യമുണ്ട്. പലരും നമ്മുടെ ഫോണിലേക്ക് ബന്ധപ്പെടുന്ന അവസ്ഥയുണ്ട്. ഉറ്റവരെ കാണുന്നില്ല എന്ന് പറഞ്ഞ് ചിത്രങ്ങളടക്കം അയച്ചു തന്ന നിരവധി പേരാണ് ഇത്തരത്തിൽ നമ്മളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവർ ദുരിതാശ്വാസ ക്യാമ്പുകളും മറ്റും ഉണ്ടാകുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അവരെവിടെയാണ് എന്തുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട്, കൃത്യമായ രീതിയിൽ വ്യക്തത വരേണ്ടതുണ്ട്. വിളിച്ച് എടുക്കുന്നില്ല എന്തുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആശങ്കയോടുകൂടി ആളുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഉറ്റവരെ തേടുന്നുണ്ട് ആളുകൾ. എന്തായാലും സമാനതകളില്ലാത്ത ദുരന്തം. വയനാട് രക്ഷാപ്രവർത്തനം ഇപ്പോഴും പൂർണ്ണതോതിൽ അതിൻ്റെ കാൽഭാഗത്ത് പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും പറയേണ്ടി വരിക. കാരണം അത്രമാത്രം രീതിയിലുള്ള ഒരു മാൻ മിസ്സിംഗ് ആണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാവുന്നത്. 30 കിലോമീറ്ററിലധികം 98 പേരെ കാണാതായി എന്ന് സർക്കാർ സംവിധാനങ്ങൾ പറയുമ്പോൾ അത് 200ഓളം പേരെ കാണാനില്ല എന്ന് ബന്ധുക്കൾ പല സ്ഥലങ്ങളിൽ പറയുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അവിടുത്തെ പ്രാദേശികമായും അല്ലാതെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ, നമ്മുടെ ഫോണുകളിലേക്ക് വരുന്ന ഫോൺ കോളുകളിൽ, നമ്മുടെ ഇവിടുത്തെ ഔദ്യോഗിക ഫോൺ കോളിലേക്ക് വരുന്നത്, ഇവിടുത്തെ വാട്സാപ്പിലേക്ക് വരുന്ന ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേരെ എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാനാവുന്നതിനപ്പുറത്തേക്ക് ആൾക്കാരെ കാണാൻ ഇനിയുമില്ല. അവരെ കണ്ടെത്തൽ അതിപ്രധാനമാണ്. അതുതന്നെയാവില്ല ഇന്നത്തെ റെസ്ക്യൂവിൻ്റെ ഫോക്കസ്. സുർജിത്ത്, തീർച്ചയായും ഹാഷ്മി, ഇതിലെ മുണ്ടക്കൈ മേഖലയിലാണ് ഏറ്റവും വലിയ അളവിലുള്ള ആൾനാശം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള വിവരം ഇന്നലെ തന്നെ പുറത്തു വന്നതാണ്. നമ്മൾ മിനിഞ്ഞാന്ന് പോയ പ്രദേശമാണിത്. ആ പ്രദേശം മുണ്ടക്കൈ ടൗൺ പിന്നിട്ട് അതിന് തൊട്ട് മുകളിലുള്ള പ്രദേശത്താണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. അവിടെ നിന്ന് പുഴ ഇരച്ച് എത്തുന്ന അവസ്ഥയാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ആ മണ്ണിടിച്ചിലിനെ തുടർന്ന് ആളുകളുടെ ആശങ്ക എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ മേഖലയിലേക്ക് പോയത്. പുഞ്ചിരിമട്ടം എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. പുഞ്ചിരിമട്ടം എന്നുള്ള സ്ഥലത്താണ് ഉരുൾപൊട്ടി ഒലിച്ച് ഇറങ്ങുന്ന അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. അവിടെ നിന്നും അതിൻ്റെ തൊട്ട് താഴെയാണ് മുണ്ടക്കൈ എന്ന് പറയുന്ന ഒരു കുറേ കടകളൊക്കെയുള്ള സ്ഥാപനങ്ങളൊക്കെയുള്ള ബസ് റൂട്ടുള്ള ആ ഒരു പ്രദേശം. ആ പ്രദേശം പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അവിടെ നിന്ന് ഇന്നലെ ദൃശ്യങ്ങളൊന്നും തന്നെ പുറത്തു വന്നിരുന്നില്ല. പ്രത്യേകിച്ച് അവിടേക്ക് എത്തിപ്പെടുക എന്നുള്ളത് വലിയ അപ്രായോഗികതയായി നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. രക്ഷാപ്രവർത്തക സംഘം പോലും വൈകിട്ടോടു കൂടിയാണ് അവിടെ എത്തിയ ആളുകളെ പൂർണ്ണമായും ഒഴിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇനിയും ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം തന്നെ അടിസ്ഥാനത്തിലാണ് വീണ്ടും തിരച്ചിൽ ഇന്ന് രാവിലെ മുതൽ ആ മേഖലയിലേക്ക് കൂടി കേന്ദ്രീകരിക്കാനുള്ള ശ്രമം നടത്തുന്നത്. മാത്രമല്ല ഇവിടെയും ഈ ചൂരൽമല ഭാഗത്തും ഇനിയും മരങ്ങളടിഞ്ഞ നിരവധി പ്രദേശങ്ങളുണ്ട്. മരങ്ങളൊന്നും തന്നെ മാറ്റാൻ വേണ്ടി ഇന്നലെ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ ഭാഗികമായി മാത്രമാണ് മാറ്റാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിന് ഇടയിൽ മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ, ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇന്നലെ രാവിലെ തെരച്ചിൽ തുടങ്ങിയ ഘട്ടത്തിൽ പോലും ഈ മരത്തടികൾക്കിടയിലും അതോടൊപ്പം തന്നെ വീടിൻ്റെ ഓരത്തു നിന്നുമാണ് മൃതദേഹങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥ ഒരുപക്ഷെ മുകൾ സമാനമായ രീതിയിലുള്ള സ്ഥിതി, അതായത്
മുണ്ടക്കൈ മേഖലയിൽ സമാനമായ സ്ഥിതി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആണ് തെരച്ചിൽ മുണ്ടക്കൈ മേഖലയിലേക്ക് കൂടുതൽ രക്ഷാപ്രവർത്തക സംഘം അവിടേക്കാണ് ഇന്ന് കൂടുതൽ പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത്. അതിൻ്റെ ഒരുക്കങ്ങൾ സജ്ജീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. സൈനിക വിഭാഗവും ആ മേഖലയിലേക്ക് തെരച്ചിലായി പോകുന്നുണ്ട്. ഇന്നലെ സന്നദ്ധ പ്രവർത്തകരുടെ വലിയ ഇടപെടലുണ്ടായിരുന്നു. കാരണം വിവിധ തരത്തിലുള്ള സംഘടനയിൽപ്പെട്ട ആളുകൾ, അല്ലാത്ത ആളുകൾ, സന്നദ്ധ പ്രവർത്തകർ അവരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള തിരച്ചിൽ നടന്നിരുന്നു. ഉറ്റവർ, അതായത് ഈ ഒരാളും രണ്ടാളൊക്കെ രക്ഷപ്പെട്ട കുടുംബങ്ങളുണ്ട്. അവർ കൃത്യമായ രീതിയിൽ ഞങ്ങളുടെ വീട് ഇന്ന ഭാഗത്താണെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. ആ വീട് പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ട അവസ്ഥയാണ്. അവിടെയെല്ലാം തിരഞ്ഞപ്പോൾ മൃതദേഹം കിട്ടിയ അനുഭവം ഈ രക്ഷാപ്രവർത്തകരായിട്ടുള്ള ആളുകൾ, സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഇന്നലെ തന്നെ നമ്മളോട് പങ്കുവെക്കുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. ആളുകൾ ഈ മുണ്ടക്കൈ മേഖലയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു നിലയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അവിടെയാണ് വലിയ രീതിയിലുള്ള നാശം ഉണ്ടായിട്ടുള്ളത്. ഈ റോഡ്, അതായത് ഇവിടെ രണ്ട് റോഡുകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഇടത്തോട്ട് പോകുമ്പോൾ അട്ടമല എന്ന് പറയുന്ന പ്രദേശമാണ്. അവിടെയും ആളുകൾ ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ട്. പക്ഷേ അവിടെ ആൾനാശമില്ല, അവർ സുരക്ഷിതരാണ്. കേരളം ഇന്നോളം കാണാത്ത ഒരു വലിയ ദുരന്തത്തിന്, ഒരു വല്ലാത്ത മഹാദുരന്തത്തിന് സാക്ഷിയാകുന്ന സങ്കടകരമായ വേദനയുടെ, നീറ്റലിൻ്റെ, ആധിയുടെ ഒക്കെ മണിക്കൂറുകളിൽ നമ്മൾ കടന്നു പോവുകയാണ്. ഇന്നിപ്പോൾ ഈ മുണ്ടക്കൈ അട്ടമല മേഖലകളിൽ കൂടുതൽ ആളുകളുണ്ടോ എന്നതാണ് രക്ഷാദൗത്യത്തിൻ്റെ പ്രധാന ഫോക്കസ്. അവിടെ മണ്ണിനടിയിൽ ഇനിയും ജീവൻ ബാക്കിയുള്ള ആളുകൾ ഉണ്ടോ എന്ന് അറിയണം. ബാക്കി കാര്യങ്ങൾ ഇന്നലെ അവിടേക്ക് പോയി രാത്രി വന്ന രക്ഷാപ്രവർത്തകരൊക്കെ അവിടെ കണ്ട മൃതദേഹങ്ങളുടെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ മൃതദേഹങ്ങളുണ്ടോ, കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കൂടുതൽ ആളുകളുണ്ടോ എന്നാണ് പരിശോധന. നേരത്തെ സുർജിത്ത് പറഞ്ഞതുപോലെ അതിൻ്റെ ഈ രക്ഷാദൗത്യത്തിൻ്റെ കാൽഭാഗം പോലും ഇന്നലെ ആയിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വെളിപ്പെടുത്തൽ, അല്ലെങ്കിൽ ആ ഒരു വസ്തുത നമ്മളെ ഞെട്ടിപ്പിക്കുന്നതും ഭയപ്പെടുത്തുന്നതുമാണ്. കാരണം ഈ പറഞ്ഞ 50ഓളം വീടുകൾ മുണ്ടക്കൈയിൽ മാത്രം ഏതാണ്ട് സമ്പൂർണ്ണമായി വാഷ്ഡ് ഓഫ് ആയിപ്പോയി എന്ന് ഇന്നലെ അറിയാൻ കഴിഞ്ഞിരുന്നു. 100-400 കുടുംബങ്ങൾ താമസിച്ച മേഖലയാണ്. അപ്പോൾ അവിടെ ആ കെട്ടിടങ്ങൾക്ക് ഒക്കെ അടിയിലുള്ള പരിശോധന ഇന്നാണ് തുടങ്ങുക. അപ്പോൾ അതിനിടയിൽ പരിശോധിക്കുമ്പോൾ എന്താണ് അവസ്ഥ എന്നറിയില്ല. നമ്മൾ അല്പസമയം മുമ്പ് കണ്ടത് ചൂരൽമലയിലെ ദൃശ്യങ്ങളായിരുന്നു. ചൂരൽമലയിൽ രക്ഷാദൗത്യ സംഘം അങ്ങോട്ട് അട്ടമലയിലേക്കും മുണ്ടക്കൈ കേന്ദ്രീകരിച്ചും പോകുന്നതാണ്. സൈന്യം ഇന്ന് നാല് ഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ്, നാല് ടീമുകളായി തിരിഞ്ഞുകൊണ്ടാണ് അവരുടെ പരിശോധന ഇപ്പോൾ നടക്കുന്നത്. പല സ്ഥലങ്ങളിൽ പരമാവധി പരിശോധന നടത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ ആ രക്ഷാദൗത്യം അതിൻ്റെ പൂർണ്ണാർത്ഥത്തിലേക്ക് വികാസം പ്രാപിക്കുന്നത് നമ്മൾ കണ്ടു. അത് പക്ഷേ ഇന്നലെ രാത്രിയോട് പൂർത്തിയായത് ഒരു 1/4% പോലും ആയിട്ടില്ല എന്ന് സുർജിത്ത് പറയുകയാണ്. മുണ്ടക്കൈ അട്ടമല മേഖലകളിൽ എന്താണ് ഇതിൻ്റെ റിയൽ അവസ്ഥ എന്നുള്ള ദൃശ്യങ്ങളടക്കം ഇന്നാണ് നമുക്കറിയാൻ പോകുന്നത്. അതിന് കാരണം ഈ മുണ്ടക്കൈ മേഖലകൾ വീടുകൾക്ക് അകത്ത് എവിടെയെങ്കിലും ഉള്ള, അല്ലെങ്കിൽ പൊളിഞ്ഞ വീടുകളോ അതിനുള്ളിലൊക്കെ ആൾക്കാരുണ്ടോ, അവരുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്, അവർ ജീവനോടെയാണോ മരിച്ച അവസ്ഥയിലാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇന്ന് അറിയേണ്ടിയിരിക്കുന്നു. 98 പേരെ കാണാനില്ല എന്ന് സർക്കാർ പറയുമ്പോൾ 200ഓളം പേരെ കാണാനില്ല എന്നതാണ് ബന്ധുക്കൾ പറയുന്നത്. ഇപ്പോഴും ഒരുപാട് പേരുടെ ചിത്രങ്ങൾ വെച്ചുകൊണ്ട്, ഉറ്റവരുടെ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് എന്തെങ്കിലും സൂചന എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നിസ്സഹായമായി കഴിയുന്ന ഒരുപാട് പേരെ നമ്മൾ ഈ ദിവസങ്ങൾ, ഇന്നലെ മുതൽ ഫോണിലേക്ക് വരുന്ന ഫോൺ കോളുകൾ അത്രത്തോളം വരുന്നുണ്ട്. ഒരുപാട് പേരുടെ ബന്ധുക്കൾ കാണാനില്ല, അവരെ ഫോണിൽ വിളിച്ച് കിട്ടുന്നില്ല, എവിടെയാണെന്നറിയില്ല എന്ന് കണ്ണീരോടുകൂടി, വേദനയോടുകൂടി പറയുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടു. അതിനൊക്കെ ഒരു വ്യക്തത വരേണ്ട ദിവസം കൂടിയാണ് ഇന്ന്. അതുകൊണ്ട് ഇന്ന് ഈ തെരച്ചിലിന്, റെസ്ക്യൂവിൻ്റെ, രക്ഷാദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഒരുപക്ഷേ ഇന്നലത്തേതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. നിലമ്പൂരിൽ നിന്ന് ഒരിക്കൽ കൂടി സൂരജ് സജി തരുന്നുണ്ട്. സൂരജ്, നിലമ്പൂർ എന്ന് പറയുന്നത് ഇന്നലത്തെ ആഘാതത്തിൻ്റെ ഒരു കേന്ദ്രം കൂടിയാവുന്നു. കാര്യം അവിടെ നിന്നാണ് ശരീരഭാഗങ്ങൾ കൂടുതൽ, കാലുകൾ, ഇന്നലെ PV അൻവർ MLA പറഞ്ഞതുപോലെ തലയില്ലാത്തൊരു ശരീരം, അല്ലെങ്കിൽ തലയും കാലുകളും ഇല്ലാത്ത നെഞ്ചിൻ്റെ ഭാഗങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഛിന്നഭിന്നമായ ശരീരഭാഗങ്ങൾ കൂടുതൽ കിട്ടിയത് ചാലിയാർ പുഴയിൽ നിന്നാണ്. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അവിടെ തിരിച്ചറിയുന്നവരുടെ എണ്ണം തുച്ഛമാണ് എന്നുകൂടി പറയാം സൂരജ്. ഹാഷ്മി, കേരളത്തെ വിറപ്പിച്ച ദുരന്തത്തിന്റെ ശേഷിപ്പായി മാറിയത് ഈ ചാലിയാർ പുഴ തന്നെയായിരുന്നു. അതാണ് നമുക്ക് ഈ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ ആദ്യം എത്തിയത് ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു 3 വയസ്സുകാരന്റെ മൃതശരീരമായിരുന്നു. അത് കൈയും കാലും തലയും മാത്രം, അത് ചിന്നി ചിതറിയുള്ള മൃതദേഹമായിരുന്നു എത്തിയത്. പിന്നീട് ഇങ്ങോട്ട് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് വെളിവാക്കുന്ന ദൃശ്യങ്ങളിലൂടെയാണ് ഈ പ്രദേശവാസികൾ അടക്കം കടന്നുപോയത്. ചെറിയ ഭാഗങ്ങൾ, അത് കാലാകാം, കൈയാകാം, തലയില്ലാത്ത മൃതദേഹങ്ങളാകാം,
അങ്ങനെ ഇങ്ങോട്ടേക്ക് എത്തിയ മൃതദേഹങ്ങൾ 57 പേരുടെ മൃതദേഹങ്ങളും മൃതദേഹാവശിഷ്ടങ്ങളുമാണ് ഇവിടെ ലഭിച്ചത്. പക്ഷേ ഇത് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ള ഏറ്റവും നിസ്സഹായമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം പല ബന്ധുക്കളടക്കം തങ്ങളെ കാണാതായ ബന്ധുക്കളെ തേടി ഇങ്ങോട്ട് എത്തുന്നുണ്ട്. പക്ഷേ ഈ കുടുംബാംഗങ്ങൾ ഇവിടെ എത്തിയതിനു ശേഷം ഈ മൃതദേഹം പോലും ഇവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അടുത്തവർക്ക് ഉറ്റവർക്ക് പോലും മുണ്ടക്കയിലേക്ക് പോവുകയാണ് ശ്രീകാന്തും നമ്മുടെ സംഘം രക്ഷാദൗത്യം അങ്ങോട്ട് പോകുന്നുണ്ട്. ശ്രീകാന്ത് മുണ്ടക്കയിലേക്ക് പോകുന്ന വഴിയിൽ ചേരുന്നു. ശ്രീകാന്ത്, ഇന്നിപ്പോൾ മുണ്ടക്കൈ അട്ടമല എന്നീ 2 പ്രദേശങ്ങളിലെ തെരച്ചിൽ അതിനിർണായകമാണ്. മുണ്ടക്കയിലൊക്കെ ഇന്നാണ് യഥാർത്ഥത്തിൽ അവിടെ ഒരു തെരച്ചിൽ എന്ന അർത്ഥത്തിൽ നടക്കാൻ പോകുന്നത്.